പറയാലോ, ഈ ബസ്സൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഗ്രഹം, ഞങ്ങളുടെ കായംകുളം ഡിപ്പോയ്ക്ക് കൂടി ഇതുപോലെ ബസ്സുകൾ അനുവദിച്ച് കിട്ടിയിരുന്നെങ്കിൽ വളരെ 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 ഉപകാരമായിരുന്നു. ഈ ബസ്സിൻ്റെ റൈറ്റ് സൈഡിലെന്ന് പറയുമ്പോൾ രണ്ട് സ്ലീപ്പറാട്ടോ. താഴെയും അതേ കണക്ക് തന്നെ. പിന്നെ ലെഫ്റ്റ് സൈഡിലെന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഉള്ളതാണ്. പിന്നെ നമ്മളുടെ ഇത് കണ്ടോ, സ്റ്റെയറൊക്കെ ഉണ്ട്. സ്റ്റെയറൊക്കെ ആട്ടോ, സ്റ്റെയറിലൊക്കെ കയറി പോകാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കനകക്കുന്നിലാണ്. KSRTC എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി നിരത്തിലിറക്കിയ കേട്ടോ നമ്മുടെ കൊമ്പന്മാർ, നമ്മുടെ ആന വണ്ടിയാണ് ഇത്. അപ്പോൾ ഇവിടെ ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ മോട്ടോ എക്സ്പോ 2025 നടക്കുകയാണ് പ്രദർശനം. അപ്പം ആനവണ്ടികളുടെ മാത്രമല്ല, പുതിയതായിട്ട് ഇറക്കിയ എല്ലാ വാഹനങ്ങളുടെയും പ്രദർശനം കൂടാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാനും അത് കാണാൻ, അതിലൊരു പങ്കാളിയാവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ട്. പുതിയതായിട്ട് ഇറക്കിയ വണ്ടികളല്ലേ, ഒരുപാട് കാഴ്ചകൾ അതിലുണ്ട്. നമുക്ക് ഓരോന്ന് കണ്ടുവരാം. നമുക്ക് ഇതിനകത്ത് സൗകര്യങ്ങൾ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ്. നമുക്കതൊക്കെ ഒന്ന് പോകുമ്പോഴേ ഞങ്ങളെ കൂടെ വന്ന ഒരാൾ ഞങ്ങളെ വിളിക്കാതെ ഇതിനകത്ത് കയറിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് രജിസ്റ്റർ തന്നെ ഞങ്ങളെ ആദ്യം ഞാനത് കയറിയിരുന്നു. അല്ലേ, നമ്മളെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ സിനിമയ്ക്കകത്ത് ബിന്ദു പണിക്ക് പറയുന്ന പോലെ ആയിപ്പോയത്. അടിപൊളി വോൾവോ കേട്ടോ. അപ്പോൾ അതെന്ന് പറയുമ്പം അശോക് ലേലാൻഡിൻ്റെ പുതിയതായിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. നമുക്ക് അതിനകത്തിന് നോക്കാം. KSRTCയുടെ മുഖച്ഛായ തന്നെ മാറി എന്ന് നമുക്ക് പറയണ്ടേ. അപ്പോഴേ എൻ്റെ സ്ലീപ്പർ ബസ്സാണ് കേട്ടോ. കാണാൻ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ 24-ാം തീയതി വരെ ഇവിടെ ഇതിൻ്റെ പ്രദർശനമുണ്ട്. അപ്പം ആ ദിവസങ്ങളിൽ വന്ന് കാണാം. അപ്പോഴേ നമ്മുടെ ഈ ബസ്സിൻ്റെ റൈറ്റ് സൈഡിലെന്ന് പറയുമ്പോൾ രണ്ട് സ്ലീപ്പറാട്ടോ. താഴെയും അതേ കണക്ക് തന്നെ. പിന്നെ ലെഫ്റ്റ് സൈഡിലെന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഉള്ളതാണ്. പിന്നെ നമ്മളുടെ ഇത് കണ്ടോ, സ്റ്റെയറൊക്കെ ഉണ്ട്. സ്റ്റെയറൊക്കെ ആട്ടോ, സ്റ്റെയറിലൊക്കെ കയറി പോകാം. ഇതല്ല, അടുത്ത ബസ്സാണ്. ഈ ഒരു ബസ്സിനകത്തെന്ന് പറഞ്ഞാൽ മുകളിലെ സ്ലീപ്പറും താഴെ സീറ്റും കേട്ടോ. ശരി ഓക്കെ ശരി. സത്യം പറയാലോ, ഈ ബസ്സൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഗ്രഹം, ഞങ്ങളുടെ കായംകുളം ഡിപ്പോയ്ക്ക് കൂടി ഇതുപോലെ ബസ്സുകൾ അനുവദിച്ച് കിട്ടിയിരുന്നെങ്കിൽ വളരെ 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 ഉപകാരമായിരുന്നു. അതെ, ഞാൻ വേറൊന്നും വെച്ചാൽ അങ്ങനെ പറഞ്ഞല്ല. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കാൻ പറ്റിയ ഒരു പ്രധാന ഒരു ഡിപ്പോയാണ് നമ്മുടെ കായംകുളം. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ഹൈവേയിൽ നിന്ന് ഇപ്പം ബാംഗ്ലൂർ, കോയമ്പത്തൂർ, കമ്പം, തേനി, തെങ്കാശി ഇവിടേക്കൊക്കെ ഒരുപാട് യാത്രക്കാരെന്ന് വെച്ചാൽ ബസ്സുകൾ മാറി ഇറങ്ങി കയറിയാണ് പോകാറുള്ളത്. അപ്പോൾ നമ്മുടെ കായംകുളത്ത് നിന്ന് നേരിട്ട് ഒരു ഡയറക്റ്റ് ഒരു ഇതേപോലെ ഒരു ബസ്സൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കാൻ പറ്റിയ ഒരു ഡിപ്പോ കൂടിയാണ് കായംകുളം. കായംകുളത്തിൻ്റെ ഇപ്പം അവിടെ പൊളിച്ച്, നമ്മളെ കായംകുളം ഡിപ്പോയൊക്കെ പൊളിച്ച് എല്ലാം കഴിഞ്ഞില്ല, പൂർണ്ണമായിട്ടും പൊളിച്ച് കഴിഞ്ഞിട്ടില്ല. അവിടെ തന്നെ പൊളിച്ച് കഴിഞ്ഞിട്ട് പുതിയ ഡിപ്പോയ്ക്ക് വേണ്ടിയുള്ള സ്റ്റൈലൻ എന്ന് വെച്ചാൽ കായംകുളം KSRTCയുടെ മാതൃക തന്നെ മാറുന്ന ഒരു മുഖച്ഛായ മാറി പുതിയ ഒരു ലുക്ക് അങ്ങോട്ടാകാൻ പോകും. അപ്പം ഉടനെ തന്നെ അതിൻ്റെ പണി തുടങ്ങും. അപ്പോഴത്തേക്കൊക്കെ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ബസ്സുകൾ വന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. KSRTC അടുത്ത കാലത്ത് ഇറങ്ങിയ സൂപ്പർ ഫാസ്റ്റ്, പ്രീമിയം സൂപ്പർ ഫാസ്റ്റ്. അപ്പം ഇതിൽ AC, അപ്പം നമുക്ക് കുറഞ്ഞ ചിലവിൽ AC-യിൽ
യാത്ര ചെയ്യാം എന്നുള്ള ഒരിതുമായിട്ട്. ഇതാണ് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് സാധാരണക്കാർക്കായാലും യാത്ര ചെയ്യാം, AC-ക്കകത്ത് യാത്ര ചെയ്യാം. അതാണ് നമ്മുടെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. അപ്പോൾ അതിനകത്ത് സീറ്റിങ്ങും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ മുമ്പേ കണ്ട കണക്കുള്ള അതേ സീറ്റ് അറേഞ്ച്മെന്റ് കേട്ടോ. ഇതും ഒരു പുതിയ ബസ്സാണ് നമ്മളെ ഫാസ്റ്റ് പാസഞ്ചറിന്റെ ലിങ്ക് ബസ് എന്ന് പറയുന്നത്. കുറഞ്ഞ സ്ഥലം, കുറച്ച് ദൂരങ്ങളിലേക്കൊക്കെയുള്ള ഒരു ബസ്. ഇതിനകത്തെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഫാസ്റ്റ് പാസഞ്ചർ. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. മറ്റേതിനെക്കാട്ടി സീറ്റ് അറേഞ്ച്മെന്റും ഇതെല്ലാം കൂടെ കുറേ സ്പേസ് ഉണ്ട്, കുറേ അധികം. ഇത് നമ്മുടെ ഐഷർ കമ്പനിയുടെ ഏറ്റവും മൈലേജ് കൂടിയ നമ്മളെ ഓർഡിനറി ബസ്സുകൾ. അല്ല, ഓർഡിനറി ബസ്സിൻ്റെയൊക്കെ മുഖച്ഛായൊക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു ലുക്കാണെന്ന്. അപ്പോൾ ട്രാൻസ്കോ 2025 നമ്മളുടെ ഈ ആഗസ്റ്റ് 24 വരെ